ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് വലിയ രീതിയിലുള്ള പിന്തുണയാണ് ടർക്കി എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാന് നൽകിയിരുന്നത്. എന്തായാലും അതിനിപ്പോൾ അവർക്ക് പണി കിട്ടാൻ പോവുകയാണെന്നാണ് കേൾക്കുന്നത്. അവരുടെ അസർബൈജാൻ എന്ന് പറയുന്ന പ്രഥമ നേതാവിനെ വധിക്കാനും അവരെ ആക്രമിക്കാനും നമ്മുടെ സഖ്യ രാജ്യമായ റഷ്യ ഒരു പദ്ധതി ഇടുന്നുണ്ടെന്ന് കേൾക്കുന്നു. എന്താണ് സാർ കൂടുതൽ വിശദാംശങ്ങൾ? തുർക്കിയും അസർബൈജാനും ചൈനയും ഒക്കെ ആയിരുന്നല്ലോ നമ്മുടെ ഈ സിന്ധൂറിന്റെ സമയത്ത്. അതിനകത്ത് തുർക്കി ആയിരുന്നു പരസ്യമായിട്ട് ഇപ്പോഴും നിലപാടെടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യം. അസർബൈജാൻ അതിന്റെ കൂടെയുണ്ട്. അപ്പൊ ഇപ്പം അസർബൈജാനും റഷ്യയുമായിട്ട് നേരത്തെ നല്ല സൗഹൃദത്തിലുള്ള രാജ്യമായിരുന്നു. തുർക്കിയായിട്ട് ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. നാറ്റോ രാജ്യമാണെങ്കിലും റഷ്യക്ക് ചില ഇടപാടുകൾ തുർക്കിയുമായിട്ടുണ്ട്. അത് ഈ പറയുന്ന ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പൊളിറ്റിക്സിനകത്ത് വരുന്നതാണല്ലോ. നമ്മുടെ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയും. ജിയോ പൊളിറ്റിക്സിനകത്ത് വരുന്നു. അപ്പൊ ഇതിനകത്ത് നേരത്തെ ഈ അസർബൈജാന്റെ ഒരു വിമാനം റഷ്യയുടെ ഒരു മിസൈൽ തട്ടി പോയായിരുന്നു. അപ്പൊ മനഃപൂർവ്വം അല്ല, പറ്റിയതാണ്. അത് കസാക്കിസ്ഥാൻ ആകുമ്പോൾ തകർന്നു വീണത്. അതിന് 10-32 പേര് മരിച്ചിരുന്നു. അന്ന് റഷ്യ പറഞ്ഞത് അബദ്ധം പറ്റിപ്പോയതാണ്, മിസൈൽ വഴിതെറ്റിപ്പോയതാണ്. അപ്പൊ അതിനകത്ത് റഷ്യ ക്ഷമാപണമൊക്കെ പുടിൻ അന്ന് നടത്തിയതാണ്. അപ്പം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ റഷ്യ അതിനകത്ത് തയ്യാറായിട്ടുണ്ട്. അപ്പൊ അന്ന് അവിടുത്തെ എനിക്ക് തോന്നുന്നു വിദേശകാര്യ മന്ത്രി ഈ പറയുന്നത് പോലെ യുക്രൈനിൽ ചെന്ന് സംസാരിക്കുകയും യുക്രൈൻ അതിനകത്ത് ചില നിലപാടുകളൊക്കെ പറയുകയും ഒക്കെ ചെയ്തു. അപ്പം യുക്രൈനുമായിട്ട് സംസാരം വന്നപ്പോൾ ഈ റഷ്യയിൽ താമസിക്കുന്ന അസർബൈജാനിൽ നിന്നുള്ള ആൾക്കാരുടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കൊലപാതകം അന്വേഷിക്കുന്ന ഒരു റഷ്യൻ പോലീസ് അന്വേഷിക്കുകയും അതിനകത്തുനിന്ന് കുറെ പേരെ പിടിച്ചു, 2 പേര് മരണപ്പെടുകയൊക്കെ ചെയ്തു. അപ്പൊ അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് നോക്കുമ്പോൾ ഇടിച്ചു കൊന്നതായിട്ടാണ് വന്നത്. അപ്പൊ അത് വലിയ പ്രക്ഷോഭവും കാര്യങ്ങളും ഒക്കെ ആയി. അപ്പൊ അതിന് പകരമായിട്ട് അസർബൈജാൻ അതിർത്തി രേഖപ്പെടുത്തും. അതിനകത്ത് വീണ്ടും ഉക്രൈൻ്റെ ഇടപാടുണ്ടാവുന്നു. ഇപ്പം ഈ സ്പുട്നിക് എന്ന് പറഞ്ഞൊരു മാസികയുണ്ട് റഷ്യയുടെ, അറിയാമല്ലോ. അതിനകത്ത് IT വിങ്ങിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 8 യുവാക്കളെ ഇതിന്റെ കെയർ ഓഫ് ഇവന്മാർ തിരിച്ച് വൈരാഗ്യബുദ്ധിയോടുകൂടി പിടിച്ചതിന് ശേഷം അവരെ ചോദ്യം ചെയ്യുന്നതിന്റെ രീതിയിലേക്കും അത്തരത്തിൽ മറവിൽ അന്നത്തെ മാധ്യമങ്ങളെല്ലാം, അവിടെ റഷ്യൻ അനുകൂല മാധ്യമങ്ങളോ അല്ലെങ്കിൽ അസർബൈജാൻ ഉള്ള മാധ്യമങ്ങളോ ഒക്കെ ഈ വാർത്ത വന്നു. ഇവരെ വളരെ വലിയ വലിപ്പത്തിൽ മർദ്ദിച്ചു, അല്ലെങ്കിൽ അതിന് പകരം ചോദിക്കുന്ന രീതിയിലേക്ക് വന്നു. അപ്പൊ മയക്കുമരുന്ന് കുറ്റം ആരോപിച്ചായിരുന്നു പിടികൂടിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ തിരിച്ച് അതിനെ വൈരാഗ്യത്തോടുകൂടി ഒരു മതമേലധ്യക്ഷനെ പിടിച്ച് കാറിനകത്തുനിന്ന് പിടിച്ച് നശിപ്പിച്ച് റഷ്യ തിരിച്ചുകൊണ്ടു. അപ്പം ഇതിന് ശേഷം പരസ്യ പിന്തുണ യുക്രൈനിൽ പോയി പറയുകയും യുക്രൈൻ കൊടുക്കുകയൊക്കെ ചെയ്തു. ഇപ്പം ഒരു കാരണം കൊണ്ട് തന്നെ റഷ്യ സൈനിക നീക്കം, അല്ലെങ്കിൽ റഷ്യ ആക്രമിക്കാൻ തന്നെ തീരുമാനിച്ച് സൈനിക നീക്കം നടത്തുന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഈ പറയുന്ന ജിയോ പൊളിറ്റിക്സിനകത്ത് റഷ്യയുടെ കൂടെ നിൽക്കുന്ന രാജ്യമായിരുന്ന അസർബൈജാൻ ഇപ്പം യുക്രൈന്റെ കൂടെ മാറിയിരിക്കുന്നു. അതിനകത്ത് ആ രീതിയിലേക്ക് മാറണമെങ്കിൽ നാറ്റോ രാജ്യങ്ങളുടെ ഈ അസർബൈജാൻ നാറ്റോ രാജ്യം അല്ല, പക്ഷെ നേരത്തെ റഷ്യയുമായിട്ട് ഉണ്ടായിരുന്ന ബന്ധം മാറ്റിയിട്ട് യൂറോപ്യൻ കൺട്രീസുമായ അമേരിക്കയും ഒക്കെ ആയിട്ട് നാളെ കാലത്തെ ഒരു നാറ്റോ, അല്ലെങ്കിൽ ഇപ്പോഴും ഒരു നാറ്റോ സംരക്ഷണത്തിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ടിരിക്കും. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് റഷ്യക്ക് ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയില്ല. കാരണം ഈ രീതിയിൽ യുക്രൈന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യത്തിനകത്ത് ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ യുദ്ധത്തിൽ ഏർപ്പെടുന്നതിനും അല്ലെങ്കിൽ ചില നീക്കങ്ങൾ നടത്തുന്നതിനും നിൽക്കുകയാണ്. അപ്പൊ ഇതുപോലെ ചെറിയ രാജ്യം റഷ്യയെ കയറി ഇതുവരെ സഹായിച്ചുകൊണ്ടിരുന്നതും അല്ലെങ്കിൽ ഇതുവരെ അവരുടെ ഭാഗമായിട്ട് ഇരുന്നതും ആയുധങ്ങൾ കൊടുത്തതും ഒക്കെ ആയിട്ടുള്ള രാജ്യം അങ്ങനെ കയറി ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായിട്ട് സംസാരിക്കുകയും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് അകത്ത് വേറെ ആളിനെ ഇടപെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ റഷ്യയുടെ നീക്കം, നമ്മൾക്കെതിരെ വരുന്ന, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കെതിരെ ഈ സിന്ധുവിന് ശേഷം വന്നിട്ടുള്ള തുർക്കിയുടെ കാര്യം അറിയാലോ. തുർക്കി ഇപ്പം നമ്മൾ ഗ്രീസുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രീസിന് കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയൊരു മിസൈലും എല്ലാം കൊടുത്തിട്ടുണ്ട്. തുർക്കി എന്ന ഏത് വ്യോമത്താവളവും റഡാർ സംവിധാനവും അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾ ഒക്കെ തകർക്കാൻ പ്രാപ്തമായിട്ടുള്ള മിസൈലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് നമ്മളൊരു പണി വെച്ച് കൊടുത്തതാണ്. അപ്പം ഈ സൈപ്രസിൽ ചെന്നിട്ട് തുർക്കിയെ ഔദ്യോഗികമായിട്ടുള്ള ഗവൺമെന്റുമായിട്ട് നമ്മൾ നിൽക്കും. തുർക്കിക്ക് അവിടെ അനൗദ്യോഗികമായിട്ട് കുറെ പ്രദേശങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അവിടെ ചെന്ന് നിന്ന് പ്രധാനമന്ത്രി ഈ പ്രദേശം അല്ലയോ മറ്റേ അല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് അത് ലോകമാധ്യമങ്ങളിൽ കാണിച്ചു. കാരണം ഇത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. നീ അവിടെ കാശ്മീരിൽ കയറി പണിയാൻ നിൽക്കുകയില്ലയോ, നിന്റെ ഇവിടെ അതിനുള്ള അവർക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ കൊടുത്തേക്കാം, അല്ലെങ്കിൽ അവർക്ക് ആക്രമിക്കാനുള്ള സുഖോയ് വിമാനവും
മറ്റേ എയർ ഡിഫൻസ് സിസ്റ്റവും ഒക്കെ കരാറുകളൊക്കെ ആക്കിയിട്ട് ആ പുള്ളി പോന്നിട്ടുള്ളൂ. കാരണം ഈ അർമേനിയ എന്ന് പറയുന്ന ഒരു രാജ്യമായിട്ട് നിരന്തരം യുദ്ധമുണ്ടല്ലോ. അർമേനിയക്കകത്ത് ഇവരുടെ ഡ്രോൺ ഉപയോഗിച്ചായിരുന്നു ഈ അസർബൈജാനാണ് പണി യുദ്ധം ഡ്രോൺ ഉപയോഗിച്ചായിരുന്നു അർമേനിയ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ നമ്മുടെ ഈ ആകാശ് സംവിധാനം അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോ ഇവരുടെ ഡ്രോൺ ഇപ്പൊ ഇല്ല, താപ്പോട്ട് കിടക്കും. അപ്പൊ ഇവന് ആകപ്പാടെ ഇവന്റെ വട്ടം വേണ്ടിടത്തല്ല, ഇവനുമായിട്ട് ശത്രുത ഉള്ളിടത്തെല്ലാം നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് തുർക്കിയുടെ. അവന്റെ ഏതാണ്ട് ഒരു സോക്കേട് മാറ്റി കൊടുത്തിട്ട് ഈ തുർക്കിയെ ഒരു പരുവത്തിലാക്കും. കാരണം ഈ തുർക്കി ഇപ്പം പാകിസ്ഥാനിനുള്ള ഒരു ഗുണം അറിയാമല്ലോ, അകത്തുനിന്നും വെളിയിൽ നിന്നും അടി കിട്ടത്തക്ക രീതിയിലേക്കാക്കി തുർക്കിക്കകത്ത് ആന്തരികമായിട്ട് ചില വിഷയങ്ങളുണ്ട്. അത് തുർക്കി ഒതുക്കിക്കൊണ്ട് വന്നതാണ്. തുർക്കിക്കകത്തൊരു രാജ്യം വേണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗമുണ്ട്. അതിപ്പോ UN കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അവർക്ക് പീഡനമുണ്ട്, അവർക്ക് എനിക്ക് തോന്നുന്നു കുർദ്, എനിക്ക് അത് ഏത് ഇതാണെന്ന് എനിക്കറിയത്തില്ല. അതിനകത്ത് അവർക്ക് സ്വാതന്ത്ര്യം വേണം, ചില പ്രദേശങ്ങളൊക്കെ അവരുടെ ഭാഗമാണ്, രാജ്യം വേണമെന്ന് പറഞ്ഞിട്ട് തൊണ്ടയുമാരെ ആ രാജ്യത്തിനകത്ത് പ്രശ്നക്കാരാണെന്ന് കണ്ട് ഇപ്പൊ അവരെ കൊന്നു തള്ളുന്ന ഒരു അവസ്ഥയുണ്ട്. അവർക്ക് ഇപ്പൊ അവരെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്കറിയാമല്ലോ, ഇപ്പൊ പണ്ട് ഒന്നും അല്ലാതെ കിടന്നതിൽ ബലൂചിസ്ഥാൻ 2014 ശേഷം ഇല്ല ഭയങ്കര ഭീമൻ ഘടകണ്ഠിയായിട്ടൊക്കെ വന്നതിന്റെ കാരണം ആർക്കും അറിയത്തില്ല. അങ്ങനെ പറയുന്നുണ്ട് ഇന്ത്യ അതിന്റെ പുറകിൽ, അല്ലെങ്കിൽ മറ്റാന്ന് ഏതായാലും ആരോ അവരുടെ പുറകിലുണ്ട്. അതുപോലെ ഇതിനകത്ത് ഒരു ഓപ്പറേഷൻ നടത്തിക്കൊണ്ട് പോകുന്നതിനും ഈ ഇവരെ കൊല്ലുന്നതിനെതിരെ ഒരു വർത്തമാനം UN കൊണ്ടുവയ്ക്കുന്നതിനും ഒക്കെ ഉള്ള ശ്രമം തന്നത്. അതായത് എല്ലാ രീതിയിലും ഇപ്പൊ അസർബൈജാന്റെ കാര്യത്തിൽ തന്നെ പറയാലോ, ഇവിടുത്തെ ടൂറിസ്റ്റുകൾ കൃത്യമായിട്ട് പറഞ്ഞു. പ്രധാനമായിട്ട് നമ്മുടെ പൃഥ്വിരാജ് പോകുമായിരുന്നു കേട്ടോ. പുള്ളിക്ക് തുർക്കിയിലും മറ്റിടത്തൊക്കെ പോകുന്നത് കണ്ട് പൃഥ്വിരാജ് പോകുന്നത്. അപ്പൊ അവിടെ അതെല്ലാം നമ്മളെ വിസ എല്ലാം നമ്മൾ നിർത്തിയായിരുന്നു. ഈ ഫോട്ടോ എടുപ്പും പണക്കാര് ഫോട്ടോ എടുപ്പും ഒക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ്. കല്യാണമൊക്കെ കഴിച്ചിട്ട് തുർക്കിയിലും ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നല്ല ടൂറിസ്റ്റ്. ഇപ്പൊ ഇവന്മാർക്ക് വലിയൊരു വരുമാനം നിർത്തിക്കൊണ്ട് അതെല്ലാം നിർത്തി നമ്മുടെ ഇവിടുത്തെ ജനം തീരുമാനിച്ചു വേണ്ടത് ആപ്പിളും മുന്തിരിങ്ങയും ഒതളങ്ങ ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ചു. അപ്പൊ അറിയാലോ, വേറെ എല്ലാ രീതിയിലുള്ള നീക്കങ്ങൾ നമ്മൾ നടത്തി. അവിടുത്തെ കമ്പനികളെ എല്ലാം ബാധിച്ചു. അപ്പൊ എല്ലാ രീതിയിലും നമ്മൾ അവനെ ഈ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിക്കുമ്പോൾ ഇവൻ ഈ മതരാഷ്ട്ര സംവിധാനത്തിനകത്ത് നിന്നുണ്ട്. അസർബൈജാൻ ആയാലും കൊള്ളാം, തുർക്കി ആയാലും കൊള്ളാം, നമ്മൾക്കെതിരെ ഇപ്പൊ തന്നെ അഫ്ഗാനിസ്ഥാന് വേണ്ട പ്രതിരോധ സംവിധാനങ്ങൾ കൊടുക്കുന്നതിന് തുർക്കി തയ്യാറാകുന്നു, അല്ലെങ്കിൽ രണ്ടിടത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് തയ്യാറാവുന്നു പറഞ്ഞ് വാർത്ത വരുന്നുണ്ട്. അപ്പം അതിനപ്പുറം ഇത് ഈ പറയുന്നത് പോലെ ഇവൻ ഈ രീതിയിലെല്ലാം നീങ്ങും, അല്ലെങ്കിൽ നീങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടുകൊണ്ട് അതിനു മുമ്പേ അവിടെ ചെന്ന് അവന്റെ വട്ടം സംവിധാനം ഒരുക്കിയിട്ട് പോകുന്ന പ്രധാനമന്ത്രിയാണ് നമ്മുടെ. ഇവൻ ഇപ്പോഴാണ് നീങ്ങി തുടങ്ങിയത്. അതിന് മുമ്പേ അവിടെ ചെന്ന് പുള്ളി അവിടെ ചെല്ലുകയും ഈ ഗ്രീക്കുമായിട്ട് നമുക്ക് വലിയ ബന്ധമുള്ള 12,000 കൊല്ലത്തെ ബന്ധമുണ്ട്. പണ്ട് കേരളത്തിൽ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. വലിയ തുറമുഖങ്ങളിലേക്ക് അവിടുന്ന് കച്ചവടം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുണ്ട് 2000 കൊല്ലത്തിന് മുമ്പ്. ബാക്കി ഇന്ത്യയിലുടനീളം. അപ്പൊ അവരുമായിട്ടുള്ള ബന്ധം കൂടുതൽ മുറിച്ചു. അവരും ഈ തുർക്കിയായിട്ട് പ്രശ്നമുണ്ട്, അസർബൈജാനുമായിട്ട് പ്രശ്നമുണ്ട്. അപ്പൊ അതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു രീതി സൈപ്രസുമായിട്ടും അല്ലെങ്കിൽ പ്രശ്നമുണ്ട്. അപ്പൊ ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നതിനും അല്ലെങ്കിൽ തുർക്കിയെയും നമ്മൾക്കെതിരെ നിന്നിട്ടുള്ളവരെയും കൃത്യമായിട്ട് ക്രൈസിസിലാക്കുന്നതിനും അല്ലെങ്കിൽ അവരെ നമ്മുടെ വരുതിക്ക് കൊണ്ടുവരുന്നതിനും നമ്മൾക്കെതിരെ നിൽക്കുമ്പോൾ നമ്മുടെ ശത്രു രാജ്യമായിട്ട് കണ്ടു തന്നെ മുന്നോട്ട് പോകുന്നതിനും വേണ്ടിയുള്ള ഒരു നീക്കം നടക്കുമ്പോഴാണ് നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രാജ്യം തന്നെ ഇവനെതിരെ നീങ്ങുന്ന ഒരു അവസ്ഥയുള്ളത്. അത് നമ്മൾ പറഞ്ഞിട്ടാണോ അല്ലയോ എന്നുള്ളതല്ല, ഏതായാലും നമ്മൾക്കെതിരെ നിന്നപ്പോൾ അത്തരത്തിലൊരു നീക്കവുമായിട്ട് പോവുകയാണ്. അപ്പം അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്ത. എന്ത് സംഭവിക്കും എന്ന് നാളെ നമുക്ക് ചർച്ച ചെയ്യാം, നാളെ നമുക്ക് നോക്കിക്കാണാം.